ഒരു പ്രത്യേകത കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പരിശോധിക്കണം. ഒന്ന്, തുറമുഖം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, ആ മന്ത്രി കാണും. പിന്നെ നിയമവകുപ്പ് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും, ഇപ്പം നിയമമന്ത്രി കാണും. ചില ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ടാവും, ഇപ്പോൾ ധനകാര്യമന്ത്രി കാണും. ഇവിടെയുള്ളൊരു പ്രത്യേകത ഇതെല്ലാം ഒരാളാണെന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പോർട്ടും നിയമവും ധനകാര്യവും എല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയമുയരുന്നത്. ഇത് നിയമസഭയിൽ ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസം 2-ാം തീയതി നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, ഞാൻ നടത്തിയ പത്രസമ്മേളനം. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. അതിൽ കാര്യങ്ങൾ വളരെ ലാഘവത്തോടെയാണ് സമീപിച്ചത്. ഇതൊരു ഗുരുതരമായ കരാർ ലംഘനമാണ്. അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ കരാർ ലംഘനം ഉണ്ടായിട്ടും കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നിയമോപദേശം തേടുമെന്നോ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നോ ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നില്ല. ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതായി അറിയിപ്പ് വന്നതുകൊണ്ട് സെബിക്ക് മുൻപാകെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ആ കാര്യവും ആ പ്രസ്താവനയിൽ പരാമർശിക്കുന്നേയില്ല. അപ്പോൾ ഇത് ഗൗരവമായി കാണുന്നില്ല എന്നർത്ഥം. നിയമോപദേശം തേടുന്നില്ല, സെബിക്ക് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു തരം ദുരൂഹത ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. ഒരു സംസ്ഥാന സർക്കാരിന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു കമ്പനിക്ക് തങ്ങൾക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എവിടുന്നാണ് അവർക്ക് ഈ ധൈര്യം കിട്ടിയത്? വിഴിഞ്ഞം പോർട്ട് സംസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണല്ലോ. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിൽ സംസ്ഥാന സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പണം നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണല്ലോ. ഈ കാര്യത്തിൽ കേരളീയരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അദാനിക്ക് തീരെഴുതുന്ന, ഞാൻ പറഞ്ഞതല്ലത്,
അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലുള്ള വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ശ്രീ വേണുഗോപാൽ വ്യക്തമാക്കി. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനിക്ക് അപ്രമാദിത്വമുള്ളത്. അവിടെ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചത്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു ഗവൺമെൻറ് അല്ലാലോ എന്നും ശ്രീ വേണുഗോപാൽ പറയുകയുണ്ടായി. പക്ഷെ എന്താണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് ഇത്തരത്തിലൊരു വലിയ പരിഗണന ശ്രീ വേണുഗോപാലിൻ്റെ ഭാഷയിൽ BJP ഗവൺമെൻറ്റുള്ള സംസ്ഥാനത്ത് ലഭിക്കാനിടയുള്ള തരത്തിലുള്ള പരിഗണന കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിനിടയാക്കിയത്. അപ്പം അതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകി എന്നുള്ളതാണ്.